അധ്യാത്മ രാമായണ പാരായണം 10-ാം ദിവസം ഭരതായനം. കേൾക്ക നിപേന്ദ്ര വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിന കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്ത് അകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭൃഷ്ടലക്ഷ്മീകം ജനോദ്ഭാതവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജമിന്ദിതം തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണവർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനരാന്തികെ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവു മുഗ്ധായ ഗാഢമാലിംഗമടിയിൽ വെച്ചുത്തമാങ്കെ മുകർനാശു ചോദിച്ചിതു ഭദ്രമല്ലേ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലില്ലേ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തിനുത്തരമാശു ഭരതനും ചൊല്ലിന ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമേലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവിങ്ങു പറകുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൽ എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിന തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും ശോണീതലെ ദുഃഖവിഹ്വല ചിത്തന വീണുവിലാപം തുടങ്ങിനാനെത്രയും ഹാ താത ദുഃഖ സമുദ്രേ നിമജ്ജമ ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്യാപ്യ കൈകേയി കണ്ണുനീരം തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതം എല്ലാം അറിക നീ അഭ്യുദയം വരുത്തിയിടീനേ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചിതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ ആതുരനായി വിലപിച്ചു മരിച്ചിതു താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനെന്തയോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൻ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു
പറഞ്ഞഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പ്രത്യുതലം നിനക്കും തന്നു രാമനെ. കാനനവാസത്തിനയച്ചിടിന ജാനകീദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃസമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയ താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേകിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ. ഇന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാമാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെ ആദി പൂണ്ടിടിന കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രഭേ നിർദ്ധയെ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനെ ഞാൻ ചെന്നു ഭഗ്നിയിൽ വീണു മരിപ്പനല്ലാകിലോ. കാളകൂടം കുടിച്ചിടുവാനല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവാൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭിപാകമാകിയ നാരകം തന്നിൽ വസിക്കുന്നതു മൂലം ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനേടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതി ദീനയാ ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാംബുരാശിയിൽ താപനമഗ്നയാക്കിയിടിനാർ നിർദ്ധയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ. ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിന കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നതിലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിന. ആതുരമാനസയായതു കൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേകിയാകിയ മാതാവേ ഞാനറിഞ്ഞിട്ടില്ല. രാഘവൻ തന്നാണ് ഞാനറിഞ്ഞത്രയതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശത ജാതമാ പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജന വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേനെ നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു ഇങ്ങനെ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കി മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങി. ഇക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു
സ്നേഹത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും കൃത്വാ ബഹുധന ദക്ഷിണയും മുദാ തത്വാ ത്രിവിഷ്ടവം ഗത്വാദ്യഥാ സുഖം ലബ്ധോ പുരന്തരാർത്ഥാസന ദുർലഭം വൃത്രാരി മുഖ്യത്രിദശൗഖ വന്ദ്യനാനന്ദമോടിരിക്കുന്നതിനെന്തു നീ കാനനം താഴ്ത്തി നേത്രാമ്പു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതി ഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമീ ചിത്തേ വിചാരിച്ചു കണ്ടലോരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമീ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മന താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതാലയാലതി മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോ നിസ്സാരമിത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ള തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം സുകർമ്മവശകത തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകൾ എത്രാദി വസ്തു നാം വേർപ്പെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സഖ്യയില്ലാതോളം ഉണ്ടതിന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹം ദേഹികൾക്കെന്നിതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്രലഗ്നാംബു ബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതിനശ്വരം പ്രാക്തനാ ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാ ദേഹിക്കു ദേഹം പുനരഭി ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണ ദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മ ദേഹങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതന അദ്വയനേകൻ പരൻ പരമം ശിവം. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്ത്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകലോ. സംസ്കാര കർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിത്രഭൃത്യമാത്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാ
ആദരപൂർവം എടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിന. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര സംയുതം ദത്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദര. വേദപരായണന്മാരാം ധ്വജാവലിക്കോദന കോദന ഗ്രാമരത്നാംബരാഭൂഷണലേപന താമ്പൂലപൂകങ്ങൾ ദോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിന. ജാനകി ലക്ഷ്മണ സംയുതനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം. മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടീനദിനം. നാനാ സുഹൃജനത്തോടും അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ. അർണൂരുഹാസന സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിന. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വിതലം നിനക്കദ്യ നൽകിയിടിന. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേകിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവാൻ. രാജമരാജകമാം ഭവാനാലിനി ത്യാജമല്ലെന്നു ധരിക്ക കുമാരാനി. താതാ നിയോഗമനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാമതല്ലാകലേവനും ഒന്നഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ടു കിം ഫലം മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ഞങ്ങളവനു കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ഭരതന്റെ വനയാത്ര. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാ പുരവാസികളും അമാത്യരും ആന തീർക്കാല കുതിരപ്പടയോടു മാനവശങ്ക പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത നീതിനീ പാലക വൈശശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളും ആയിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു വസിതവും ആലേഖനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡ പൂണ്ടു താപം കളഞ്ഞു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിടിന. ചിത്തി നിലക്കിതു തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ ഉത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ച ഭരതനും ശത്രുഘ്നനോടു കൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തി നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും ഭഗ്നിയും താപസ വൃന്ദേന സാഗും പുറപ്പെട്ടു. ഭൂമി പിളർന്നു പൊങ്ങിയിടും പൊടികളും
വ്യാമിനി ചെന്നു പരന്നു ചമഞ്ഞതു. രാഘവ ലോകാനന്ദ വിവശര ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യ പുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടെ ചെന്നു നിന്നു പെരുമ്പട. കേകയ പുത്രി സുതൻ പടയോടും ഇങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാനി നന്നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധര നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതു മുമ്പ് വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗത മറഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനെ നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതോ വിഷാദവും കൂടാതെ. ഇത്തും വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിരുന്ന. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിന. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമാനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം. മാനസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തരാ. ഭൂമിയിൽ വീണു ഗുഹോഹാമിത്യുക്തോ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്താപ്യ ഗാഠമാലിംഗ രഘുനാഥ ഭക്തം വയസ്യമാനായ മവാക്യവും. ഉക്തോ ഗുഹനോട് പിന്നെയും ചൊല്ലിന ഉത്തമ പുരുഷോത്തം സരത്നം ഭവ. ആലിംഗനം ചെയ്തു വല്ലോ ഭവാനെ ലോകാലംബഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്കനി. ധന്യനാകുന്നതോ നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സകെ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നുമ്പോടു കണ്ടിതു. രാമനെ നീ അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തരികെന്നതു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്നു തൻ ചിത്തി നിരൂപിച്ചുടൻ നടന്നിടിന. എത്ര സുപ്തോ നിശിരാഘവൻ സീതയ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിന. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ടാവിറച്ചു സഗദ്ഗതം ചൊല്ലിന. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർണി സുവർണ തൽപസ്ഥലേ. കോമള സ്നിഗ്ധ ധവളാംബരാസ്ത്രദേ രാമേണ ശേദേ മഹാസുഖം സാ കഥം. ശേദേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീത മതിയാഗ്രജന്മന. മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു മദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽമഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം. ദുഷ്കൃതിയായതി പാപിയാം എന്നെയും ധിക്കരിച്ചിരുന്നേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലാമാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം മനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസ ദാസന്മാർക്കു ദാസനായി ആരൂഢ ഭക്തി പൂണ്ടേഷ ജ്ഞാനം സദാ നിത്യവും സേവിച്ചു കൊൾവനെന്നവരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടവിടെ വസതി കൗസല്യ തനയനവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരവനെന്നതു കേട്ടു ഗുഹനു മുര ചെയ്ത. മംഗലദേവതാ വല്ലഭൻ തങ്കലിൽ ഇങ്ങനെയുള്ളൊരു
ഭക്തിയുണ്ടാകയ പുണ്യവന്മാരിൽ വച്ചഗ്രേസരൻ ഭവ നിർണയമെങ്കിലോ കേൾക്ക മഹാമതി. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിക്കടെ വസിക്കുന്നതു സീതയ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ കർത്തുമമർത്യ തടിനിയെ സത്വര കർത്തുമുദ്യോഗം സമർത്ഥോപാദ്യമി ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദര ഗത്വാ വിബുധ നദിയെ കടത്തുക ഭൃത്യജലത്തോടു കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം. അഞ്ജസാ കൂലദേശം നിറച്ചിടിന 500 തോണി വരുത്തി നിരത്തിന. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുത ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയ സുമിത്രാദേവി തന്നെയും പൃഥ്വീശ പത്നിമാം മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തി ഭീത്യാ കടത്തിയിടിനാദരാൽ ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുല മുമ്പേ നടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമ വ്യാഘ്രഗോവൃന്ദ പൂർണ്ണം വിരോധം വിന സംപ്രാപ്യ സംവേദനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിന. താനും അനുജനും ആയുടഞ്ചാങ്കണേ സാനന്ദമാവേശ്യ നിന്നോരനന്ദന ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ടാനനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ധ്വാത്വാ ദശരഥ നന്ദനം ബാലക പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡാവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചേരാനിടോ കഷ്ടമിക്കോപ്പു പവന്നമല്ലൊട്ടുമി രാജ്യവും പാലിച്ചു നാനാജനങ്ങള പൂജനായൊരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജഡയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്തവനാന്തരെ വന്നതു ചൊല്ലുനി. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനു ഇത്തം മുനിവരൻ തന്നോട് ചൊല്ലിന നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളോ മഹാമുനി. എങ്കിലും വാസ്തവം ഞാനുണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ ഞാനേതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകക പുത്രിയാമമ്മ തൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദ പത്മം പ്രമാണം ദയാനിധി ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദ വാരിജയുഗ്മം ഭജിക്കുന്നീ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിഞ്ഞൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിന ചുംബിച്ചു മൂർധ്നെ സന്തോഷിച്ചരുളിനാനു കിംബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകുലോ കേൾക്കനി ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീവതിയായ രാമങ്കലനയം. ഇന്നിനെ സൽക്കരിച്ചിടുവൻ നിന്നിന വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർ
കാലെ വേണം രഘുനാഥനെ ചെന്നുകൂക്കുവാൻ. എല്ലാം അരുൾ ചെയ്ത് വണ്ണമെനിക്കതിൻ ഇല്ലൊരു വൈമുഖ്യമിന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനു ഏകാഗ്രമാനസനായ വിദ്രുതം. ഹോമഗേഹസ്ഥനാ ധ്യാനവും ചെയ്തിതു കാമ സുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനിതമാരായി ലതകളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നഭ്രാത നിർമ്മിതമൊക്കവേ വന്നിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണ ശാസ്ത്രദുഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിതു മുമ്പിന. പാശ്ചാത്യ സസൈന്യം ഭരതം സസോദര ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരെ സുപ്തരായ അമരാവതി സന്നിധി. ഉത്ഥാനവും ചേതുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിന. താപസൻ തന്നോടനജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികെ. മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശന കാംക്ഷയാ മന്ദിരം ആരാഞ്ഞു നാനാ തബോധന മണ്ഡലേ. കാണഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ച മത്യാദരം. കുത്ര വാഴുന്നു രഘൂത്തമനത്രേ സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തര തീരെ സുരസരിത സ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വമഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണാൻ വന്നത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണ്ണവല്ലി തരു ഷഷ്കരമണീയ കാനനമണ്ഡലേ. ആമ്രകദളി ബഹുള പനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചണ്ഡക ശോകതാലങ്ങളും. മാലതി ജാതി പ്രമുഖ ലതാവലി ശാലികളായ തമാലസാലങ്ങളും. ഭൃംഗാദി നാനാ വിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗപ്ലവംഗ കുരങ്കാദി നാനാ മൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും. വൃക്ഷാഗ്ര സംലഗ്നവത്കാലകൃത പുഷ്കരാക്ഷശ്രമം ഭക്ത്യാ വണങ്ങിന. വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലംകൃത പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിന. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം പാവനം. അങ്കുശാബ്ദജ്വധ്വജ വർജമത്സാദി കൊണ്ടങ്കിതം മംഗളം ആനന്ദമഗ്നന. വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ വേണു തന്മൗലിയിൽ കൂവിയിട്ടിടിന. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യം പൂരംബരം. ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതലം ആരാലെനിക്കു കാണാനവകാശവും. വന്നിതല്ലോ മുഹരീ പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും. ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്യുക്ത ചിത്തനായാനന്ദ ബാഷ്പാകുലാക്ഷന. ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്തത ചിത്തനായാനന്ദ ബാഷ്പകുലാക്ഷനായ. മന്ദമന്ദം
പരമാശ്രമ സന്നിധോ ചെന്നി നിന്നോരു നേരത്തു കാണായിതു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിരം ഇന്ദ്രാദി വൃന്ദാര വൃന്ദ വന്ദിതം ഇന്ദിരാ മന്ദിരോരസ്ഥല ഇന്ദ്രാവരജലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീല നളിനദലേക്ഷണം രാമം ജഡാമകുടം വൽക്കലാലംബരം സോമബിംബാവപ്രസന്നവക്രാംബുജം ഉദ്യുത്തരോണരുണായുധശോഭിതം വിദ്വത്സമാങ്കിയ ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമാവ്യാകുല വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയം അച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരപല്യഗം കുക്ഷിസ്ഥിത അനേക പത്മജാണ്ടംബരം കാരുണ്യപൂർണം ദശരഥ നന്ദന ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിന രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തിച്ച സംരമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസമന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നും ബാഷ്പദായകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനെ ചേർത്തു പുനരഭിവത്സങ്ങളും മണച്ചാനന്ദപൂർവകം തത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഗ്രികൾ കൂപ്പിന ശത്രുഘ്നനും മതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിന ഉഗ്രതൃഷാർക്കന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ ലേഖേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോഹൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയുമാർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ആരൂഢമോദം മുതലും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിന ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമ ആരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗത ദൃഷ്ട്വാ ഗുരുവര ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമമ്മാരുടൻ നത്വാ രഘൂത്തമനാശു ചൊല്ലിടിന എത്രയും ഭാഗ്യവാൻ ഞാനൊന്നു നിർണയം താതനു സൗഖ്യമല്ലേ നിജമാനസെ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തൊന്നു ചെന്നതെന്നോടു ചൊല്ലുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാ ശ്രേഷ്ഠ തദോദന്തമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മല്ലവൻ പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറികനെ ദേവഭോഗേനെ സുഖിപ്പു സന്തുഷ്ടനാൻ കർണശുലാഭം ഗുരുവചനം സമാകർണരഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചെ വിലാപിച്ചതേറ്റവും ലക്ഷ്മണനോടും ജനനിജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിന ഹാ താതാ മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയതയ്യോ ഭവാൻ ഹാ ഹദോഹ മനോധോസ്മി മാനിനി സ്നേഹേന ലാളിപ്പതാരനോ വാസരം ദേഹമെനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ
മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാൻ ഭൂതലെ. തത്തശായ വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിന മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്ത. പിണ്ഡം മധുസഹിതേങ്കുതേ സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധു സാദരം നൽകു പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ഡദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത. സ്നാനാനന്തരം പ്രാപിച്ചതാശ്രമം. അന്നു ഉപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്ത് സന്ധ്യയും വന്നിച്ചു പോന്ന ശ്രമേ വസിച്ചിടിനാ. മന്ദാകിനിയിൽ കുളിച്ചൂത്ത് സന്ധ്യയും വന്നിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടനടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം. ചെയ്ക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മ പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോഴനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ നാദാ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടെത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്താപ്യരാഘവനും ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിന. മദ്വാക്യമത്ര കേട്ടാലും കുമാരാനെ യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. കാതനെന്നെ 14 സംവത്സരം പ്രീതനായ കാനനം മാർഗന്നു ചൊല്ലിന. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാപ്പാട്ടിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തിൽ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും. മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. ശ്രീചിതൻ ഭ്രാന്തനും ഉന്മത്തൻ മയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനാൽ ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീചിതനല്ല
കാമുകയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോക്ക് നീ സാധുജനങ്ങൾ നരകത്തിലുമതി വിധികൂടി സത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമിന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടത് സാദരം രാഘവൻ താനുമരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കു വിധിനവും പൂജനാം താതൻ വിധിച്ചിതു മുന്നമേ വ്യതിയാനമായി അനുഷ്ഠിച്ച നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കുംഭരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പാൻ നിത്യോവാത്മാമനെ നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു ഉക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുരനോട് ചൊല്ലിനാ മൂഢനായിടലോ കേൾക്ക് നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ വരൻ താമരസോത്ഭവനർത്തിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കൈകേകി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിതരിച്ചിടുക കാരണപൂരുഷനാജ്ഞയാ സത്വരം നേരാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധു രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരഘൂത്തമ സന്നിധോ സാദരം ഭൂത്വാ മുഹു നമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ യാവത്തവാഗമനം ദേവദേവാമേ താവദേവാനാരദം ഭജിച്ചിടുവൻ ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മിതിയടി ഭക്തിമാനായ ഭരതനു നൽകിന നത്വ പരിഗ്രഹിച്ചിടിന തമ്പിയും ഉത്തമ രത്നവിഭൂഷിത പാതുക ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്നിച്ചു ചൊന്നാൻ സഗർക്കഥം മന്മദ്ദപൂർണേ പ്രഥമദിനേ ഭവാ മന്മതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ച വഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരം തുടച്ചമ്പോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെയോരന്തരമില്ലതിനങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നൊരു
ചെയ്തിവിടെയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിന. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢ മോദേനെ കൊണ്ടുപോയിരുന്നു. ശൃംഗുവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിന. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ. പിമ്പെ പെരുമ്പടയും നടകൊണ്ടിരു. കൈകേറി താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമാ ഗംഗ കടന്നു. ഗുഹാനുവാദേന നാലംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വൃതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പുക്കിതു. വന്ദിതാന്തം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ചിലദിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര ധരിത്രി സുധയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രിയാശ്രമപ്രവേശം. അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമത്യധന്യോസ്മിൻ മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭാതൃഭാര്യാനിധം ചൊല്ലിന. ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴുമിന്നുടെ പത്നിയുണ്ടത്രയ്ക്ക്. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചുത്തമയായ ധർമാജ്ഞാതബോധന. പർണശാലാന്തർഗ്രഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്ന് അനസൂയ പദങ്ങൾ വണങ്ങിന. മത്സേ വരികരികെ ജനകാത്മജേ സൽസംഗ ജന്മ സാഫല്യമോർക്കനെ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു പത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായതു കൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനിയകം പൊക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭക്തൃഗ്രഹേ ഗമിച്ചെന്നെ അയച്ചെഴിഞ്ഞാൾ.
മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തബോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണാനയതന്നറിഞ്ഞീനഹം നിന്മഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളി ചെയ്തത് ദേവമെന്നാൾ കിളി പൈതലാക്കാലമേ ദേവനുമാദേവിയോടരുളി ചെയ്ത് ദേവമെന്നാൾ കിളി പൈതലാക്കാലമേ. ഇത്യധ്യാത്മ രാമായണേ ഉമാ മഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര ജയ ജയ രാമ രഘുവീര രണധീര ജയ ജയ രാമ ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര